എവരിവൺ, ഫിസിക്സ് ബോസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാവുന്നത് പ്ലസ് ടുവിലെ ചാപ്റ്റർ 2 ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 3 വീഡിയോ ആണ്. നമുക്ക് വേഗം തന്നെ ഇതിന്റെ കണ്ടന്റിലേക്ക് പോകാം. ഓക്കെ, അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെ. ചാർജസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, സിംഗിൾ ചാർജിന്റെ കേസിലുള്ള പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുപോലെ 2 ചാർജസിന്റെ കേസിലുള്ള പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് ടോപ്പിക് ആണ്. നമ്മൾ എടുക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് 3 ചാർജസ്. ഒരു 3 ചാർജസിന്റെ കേസിലുള്ള പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ എക്സ്റ്റേണൽ ഫീൽഡ്, ആ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. കപ്പാസിറ്റർ ആൻഡ് കപ്പാസിറ്റൻസ്, ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. പിന്നെ പാരലൽ പ്ലേറ്റ്, കപ്പാസിറ്റർ. അപ്പം ഇത്ര കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക പാർട്ട് 3 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വേഗം തന്നെ എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇപ്പൊ ഒരു പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ നമുക്കറിയാം. പൊട്ടൻഷ്യൽ എനർജി എന്താ കാര്യം നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ 3 ചാർജസിന്റെ കേസിലുള്ള പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ സപ്പോസ് പൊട്ടൻഷ്യൽ V = 1/4πε0 Q/R നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഇക്വേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെ 3 ചാർജിന്റെ കേസിലുള്ള പൊട്ടൻഷ്യൽ എനർജി റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ട്രയാങ്കിൾ രൂപത്തിലാണ്. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ രൂപത്തിലാണ് എന്ത് ചെയ്യുക ഈ പൊട്ടൻഷ്യൽ എനർജിന്റെ ചാർജസ് നമ്മൾ എന്ത് ചെയ്യുക പ്ലേസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് വേഗം അതിലേക്ക് പോകാമല്ലോ. ഓക്കെ, ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ചാർജിനെ Q1, Q2 ആൻഡ് Q3. ഓക്കെ, അപ്പൊ 3 ചാർജിനെ 3 കോർണറായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവ തമ്മിൽ സെപ്പറേഷൻ ആണ് നമ്മൾ ചെയ്യുക R R R. ക്ലിയർ ആണോ? അപ്പൊ 3 ചാർജ് തമ്മിൽ സെപ്പറേഷൻ ആണ് R R R. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ പൊട്ടൻഷ്യലിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. പൊട്ടൻഷ്യൽ V = 1/4πε0 Q/R നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 2 ചാർജുകൾ Q1 ഉം Q2 തമ്മിലുള്ള പൊട്ടൻഷ്യലാണ് നമ്മൾ എഴുതാൻ പോകുന്നത് പൊട്ടൻഷ്യൽ V1. ഓക്കെ, അപ്പൊ ഏത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ അതായത് ഇവിടെയുള്ള Q1 ചാർജും Q2 ചാർജും തമ്മിലുള്ള പൊട്ടൻഷ്യലാണ് നമ്മൾ എന്താ ആദ്യം എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ V1 = എങ്ങനെ എഴുതാം 1/4πε0 Q1 Q2 /R. ക്ലിയർ ആണോ? അതാണ് R V1 എന്ന് പറയാം. ഇനി നമ്മൾ V2 അതേപോലെ എഴുതിയാലോ V2. ഇപ്പൊ V2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് ഈ Q2 ഉം Q3 ഉം ഇടയിലുള്ള പൊട്ടൻഷ്യൽ. ക്ലിയർ ആണല്ലോ? എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? V2 = സിമിലർലി 1/4πε0 Q2 Q3 /R. അങ്ങനെയാണ് V2 നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തെന്താ V3 എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, V3 എന്ന് പറയുമ്പോൾ V3 = എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? Q3 Q1 അല്ലെ, ഇങ്ങനെ. അപ്പൊ അങ്ങനെ 1/4πε0 Q3 Q1 /R. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ഈ രീതിയിലാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ V = V1 + V2 + V3. ക്ലിയർ ആണല്ലോ? ഈ ടോട്ടൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിനെ തന്നെ നമ്മൾ എന്താ പറയാ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. അതായത് ഈ ടോട്ടൽ പൊട്ടൻഷ്യലിനെ നമ്മൾ എന്ത് ചെയ്യുക ശരിക്കും വർക്ക് എന്നാണ് പറയാം. ക്ലിയർ ആണല്ലോ? ഈ വർക്കിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക വർക്ക് ഡൺ അതിനെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ വർക്ക് ഡൺ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് W = എങ്ങനെ ചെയ്താൽ നമുക്ക് താഴ്ത്തേക്ക് ചെയ്താം, ഇത് നമുക്ക് മായ്ക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വർക്ക് W = 1/4πε0. ഈ 3 എണ്ണത്തിലും നമ്മൾ 1/4πε0 കോമൺ ആക്കി എടുത്തു. ബാക്കി എന്താ ഉണ്ടാവുക? Q1 Q2 /R പ്ലസ് Q2 Q3 /R പ്ലസ് ബാക്കി എന്താവും Q3 Q1 /R. ഇതാണ് ഇവിടെ എന്താവുന്ന വർക്ക് ഡൺ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഇതാണ് ഒരു 3 ചാർജിന്റെ കേസില്ലേ 3 ചാർജിന്റെ കേസിലുള്ള പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചല്ലോ. ഓക്കെ, ഇതാണ് നമ്മൾ സിംഗിൾ ചാർജ് പഠിച്ചു, അതുപോലെ 2 ചാർജസ് പഠിച്ചു. ഇപ്പൊ നമ്മൾ പഠിച്ചു 3 ചാർജസ് ആണ്. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പൊ ഞാൻ ഇവിടെ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു എന്ത് ചെയ്യാം യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്. എന്താണ് യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ ആൻ
എക്സ്റ്റേണൽ ഫീൽഡ്, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡൈപോൾ പ്ലേസ് ചെയ്യുക, ഡൈപോൾ കൊണ്ടുവയ്ക്കണം. അപ്പൊ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ പോയിന്റിൽ ഉണ്ടാവുന്ന എന്ത് ചെയ്യുക, ആ ഡൈപോളിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് ഡൈപോളിനെ എഫക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കാണണം. ക്ലിയർ ആണല്ലോ. ആ അത്രയും കാര്യങ്ങൾ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഒരു ഇലക്ട്രിക് ഫീൽഡ് എടുത്തിട്ടുണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ ഒരു ഡൈപോളിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡൈപോൾ വരയ്ക്കുകയാണ്, ഒരു പ്ലേസ് ചെയ്യണം. ഒരു ഡൈപോള് ഞാൻ വരച്ചു. ക്ലിയർ ആണല്ലോ. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്ക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെയും എന്തിനെ പോസിറ്റീവ് ചാർജ് ആയിട്ട് എടുക്കാം. പോസിറ്റീവ് നിന്ന് എങ്ങോട്ടായിരിക്കും? നെഗറ്റീവ് ചാർജിലേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അങ്ങനെ ഇതിന്റെ അർത്ഥം എന്താ? ഈ ഡൈപോൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിന് എന്ത് ചെയ്യും, എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുക, ഈ ഡൈപോൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡൈപോൾ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണണം. ഓക്കെ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കാണണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇവിടെ ഡൈപോളിന്റെ വരെ എന്തിനെ പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ എന്ന് കൊടുക്കാമല്ലോ. അപ്പൊ ഡൈപോൾ എന്ന് പറഞ്ഞാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ആ സ്മോൾ ഡിസ്റ്റൻസിനാണ് എന്താ പറയാ, സ്മോൾ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഒരു ഡൈപോൾ എന്ന് പറയുന്നത്. ആ അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് ഡൈപോൾ. അപ്പൊ ഈ ഡൈപോൾ ഞാൻ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവച്ചു. ഇനി എന്താ സംഭവിക്കാം നമുക്ക് നോക്കാം. ശ്രദ്ധിക്കാം. എപ്പോഴും ഇവിടെ പ്ലസ് ചാർജ് ആണ്, ഒരു വസ്തു നെഗറ്റീവ് ചാർജ് ആണ്. ഈ നെഗറ്റീവ് ചാർജിനെ ശ്രദ്ധിക്കണേ, ഈ നെഗറ്റീവ് ചാർജിനെ ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യാം, ഇങ്ങനെ അട്രാക്ട് ചെയ്യും. അതുപോലെ സിമിലർലി അതുപോലെ തന്നെ ഈ പ്ലസ് ക്യൂ ചാർജിന് എന്ത് സംഭവിക്കും, നെഗറ്റീവ് ചാർജിനായിട്ട് അട്രാക്റ്റഡ് ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ശ്രദ്ധിക്കുക, ഇത് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ആവും, ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഡൈപോൾ ഇങ്ങനെ വളരെ പതുക്കെ റൊട്ടേറ്റ് ആവും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഒരു പ്രത്യേകിച്ച് ഒരു വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ പറഞ്ഞത്? അതായത് ഒരു ഡൈപോൾ യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ഡൈപോൾ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യും, ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, യാതൊരു വെറുതെ വർക്കും ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ റൊട്ടേറ്റ് ചെയ്ത ഡൈപോളിന്റെ ഡയഗ്രം നമ്മൾ ഇപ്പുറത്തേക്ക് വരയ്ക്കാലോ. ഓക്കെ, നമുക്ക് അപ്പൊ ഡൈപോൾ ഇതാണ്, ഇങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന ഡൈപോൾ. അപ്പൊ എന്ത് ചെയ്യാ, റൊട്ടേറ്റ് ചെയ്തു അല്ലെ. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയല്ലേ വരിക, റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, ഏത് ആംഗിളാണ് റൊട്ടേറ്റ് ചെയ്തത്? ഒരു ചെറിയ ആംഗിളാണ് റൊട്ടേറ്റ് ചെയ്തു. ആ ചെറിയ ആംഗിളിനെ പറയുന്ന പേരാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡി തീറ്റ എന്ന് പറയാം. എന്താണ്? ഡി തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഞാൻ ഇവിടെ നമ്മൾ ഈ ഡൈപോളിനെ നമ്മൾ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ഈ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു എന്നല്ല, ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവെക്കുമ്പോൾ അത് ഡൈപോൾ റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുക, യാതൊരു വിധ വർക്കും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ ഡൈപോളിനെ ഞാൻ എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യിക്കണമെങ്കിൽ, അതായത് നേരത്തെ കഴിഞ്ഞ പൊസിഷനിൽ നിന്നിട്ട് വേറൊരു പൊസിഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഒരു വർക്ക് ചെയ്യണം. ക്ലിയർ ആണ്. അപ്പൊ വർക്ക് ചെയ്താൽ മാത്രമേ ഡൈപോൾ എനിക്ക് എന്ത് ചെയ്യാൻ, റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. നേരെ തിരിച്ച്. ഓക്കെ, നേരെ തിരിച്ച് ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എനിക്കൊരു വർക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഈ ഡൈപോൾ ഒന്ന് സപ്പോസ് ഡൈപോളിനെ ഞാൻ ഇവിടുന്ന് ഈ ഒരു ഡയറക്ഷനിലേക്കാണ് ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്തെന്ന് ഇരിക്കാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു ഡയറക്ഷനിൽ മറ്റൊരു ഡയറക്ഷനിൽ ഞാൻ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്യാം, ഒരു വർക്ക് ചെയ്യണം. അപ്പൊ ആ വർക്കാണ് നമ്മളിവിടെ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. ക്ലിയർ ആണോ? നേരെ ഉണ്ടായിരുന്ന ഡൈപോളിനെ ഞാൻ ഇത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ക്ലിയർ ആണോ? അപ്പൊ അതായത് ഞാനൊരു ഡൈപോൾ ഉണ്ടായി, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ചു. അപ്പൊ എന്ത് ചെയ്യാം, ഡൈപോൾ അതിന്റെ എഫക്ട് കൊണ്ട് എന്താ ചെയ്തത്, റൊട്ടേറ്റ് ചെയ്തു. പക്ഷെ നേരെ തിരിച്ച് ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഒരു ഗിവൺ എമൗണ്ട് ഓഫ് ഫോഴ്സ് ചെയ്യാൻ കൊടുക്കണം. അപ്പൊ ഞാൻ ഗിവൺ എമൗണ്ട് വർക്ക് ചെയ്യണം. അപ്പൊ ഞാൻ വർക്ക് ചെയ്തു. അപ്പൊ വർക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. അതിന് വർക്കിന്റെ ഇക്വേഷൻ പറഞ്ഞേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റിനെ പറയുന്നതാണ് വർക്ക് ഡൺ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുമല്ലോ, W ഈക്വൽ ടു, ഓക്കെ, ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോഴ്സ് ഉണ്ടെന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പൊ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്, ഫോഴ്സിനെ റൊട്ടേഷണൽ മോഷനിൽ പറയുന്ന പേരെന്താ, ടോർക്ക് എന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യാണല്ലോ, അപ്പൊ ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഫോഴ്സിന് പകരം നമ്മൾ ഇവിടെ എടുക്കുന്നത് ടോർക്കാണ്. അങ്ങനെയാണ് ടോർക്ക് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ഉള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, W is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ F എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ, ഒരു ഗിവൺ ആംഗിൾ ആണ് റൊട്ടേറ്റ് ചെയ്തത്. അതായത് ചെറിയൊരു ആംഗിൾ, അതാണ് ഡി തീറ്റ.
ഓക്കെ, അപ്പൊ ഈ ചെറിയ ആംഗിളിൽ ഈ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത വർക്ക് എന്താണ്, വളരെ ചെറിയ വർക്കാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്മോൾ വർക്കിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, DW എന്ന് കൊടുത്തൂടെ. അതായത് ചെറിയ വർക്ക് നമുക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ചെറിയ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വലിയ വർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, അതിനെ ഇന്റഗ്രേഷൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വർക്ക് W ഇക്വൽ ടു ഇന്റഗ്രേറ്റ് ചെയ്യാണ് ഇന്റഗ്രൽ ടോ ഇൻറ്റു ഡി തീറ്റ, ടോ ഇൻറ്റു ഡി തീറ്റ. ഓക്കെ, സപ്പോസ് ഇനീഷ്യലി ഈ ഡൈപോൾ ഉണ്ടായിരുന്നത് എങ്ങനെയായിരിക്കും, ഇങ്ങനെ ഒരു ആംഗിളാണ്, θ1 എന്നൊരു ആംഗിളിലാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ആ θ1 ആംഗിളിൽ നിന്ന് θ2 ആംഗിൾ, അതായത് ഫൈനൽ ആംഗിളിലേക്ക് എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ സപ്പോസ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആംഗിള്, ഓക്കെ, അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആംഗിള് θ1, അതായത് ഇങ്ങോട്ടേക്ക് വന്ന ആംഗിള് θ1 ആണെങ്കിൽ ഇവിടേക്ക് പോയ ആംഗിൾ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത ആംഗിള് θ2 ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഈ വിത്തിൻ ദ ലിമിറ്റ് θ1 ടു θ2 ഇതിന് എന്ത് ചെയ്യാം, നമ്മൾ ലിമിറ്റേഷൻ ഇന്റഗ്രേഷൻ കൊടുക്കണം. ഓക്കെ, അപ്പൊ θ1, ഓക്കെ, θ1 മുതൽ θ2 വരെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വർക്ക് എന്ന് പറഞ്ഞാൽ W ഇക്വൽ ടു ടോ ഇൻറ്റു ഡി തീറ്റ. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ആ ഇക്വേഷനിലേക്ക് പോകാം ആദ്യം. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം നമുക്കറിയാം ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഫോഴ്സ് ആക്ടിങ് ഓൺ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ഇലക്ട്രിക് ഫീൽഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടോർക്കിന്റെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ടോർക്ക് ആക്ടിങ് ഓൺ എ ബോഡി ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ടോ ഇസ് ഈക്വൽ ടു PE ഇൻറ്റു സൈൻ തീറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ടോർക്കിന്റെ ഇക്വേഷൻ ഉണ്ടോ, ടോ ഇക്വൽ ടു PE ഇൻറ്റു സൈൻ തീറ്റ. അപ്പൊ ഈ ടോർക്കിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, PE സൈൻ തീറ്റ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതായത് ടോർക്ക് ആക്ടിങ് ഓൺ എ ഡൈപോൾ ആണ്. അപ്പൊ ആ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചത്, ടോ ഇസ് ഈക്വൽ ടു PE ഇൻറ്റു സൈൻ തീറ്റ. ഇത് നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്താ വരിക, W ഇക്വൽ ടു എന്ത് വരും, ഇന്റഗ്രൽ θ1 ടു θ2 PE സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ. അപ്പൊ ഇത്ര കാര്യം നമുക്ക് പറയാം, ടോ ഇസ് ഈക്വൽ ടു θ1 ടു θ2 PE സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ. അപ്പൊ ഇത്ര കാര്യം കിട്ടി. ബാക്കി നമുക്ക് അടുത്ത പേജിൽ എഴുതാം. ഓക്കെ, അപ്പൊ ഈ കിട്ടിയ കാര്യത്തെ നമ്മൾ എങ്ങനെ എഴുതാം, W ഇസ് ഈക്വൽ ടു, അതിന് PE എന്നുള്ള ക്വാണ്ടിറ്റി നമ്മൾ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ പുറത്തേക്ക് എടുക്കാം. PE ഇൻറ്റു ഇന്റഗ്രൽ θ1 ടു θ2 സൈൻ തീറ്റ ഡി തീറ്റ. ക്ലിയർ ആണല്ലോ. ഇന്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ എന്ന് പറയുന്നത് നമ്മൾ എന്താ, മൈനസ് കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ PE ഇൻറ്റു ഇന്റഗ്രൽ PE ഇൻറ്റു മൈനസ് കോസ് തീറ്റ ആണ് കേട്ടോ. വിത്തിൻ ദ ലിമിറ്റ് θ1 ടു θ2. അപ്പം ഇന്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്, മൈനസ് ഓഫ് കോസ് തീറ്റ എന്നാണ്. ക്ലിയർ ആണല്ലോ. ഈ മൈനസ് ഓഫ് തീറ്റിനെ നെഗറ്റീവ് ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പൊ എന്ത് വരും, മൈനസ് PE ഇൻറ്റു കോസ് θ2 മൈനസ് കോസ് θ1. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇന്റഗ്രേഷൻ ലിമിറ്റ് എന്ത് ചെയ്യാം, നമ്മൾ കൊടുത്തു, ആദ്യം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇത് നമ്മൾ എങ്ങനെ ചെയ്തു, ഈ മൈനസിനെ ഞാൻ എന്ത് ചെയ്യാം, ഉള്ളോട്ട് കൊടുക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താ, ഇതിനെ തിരിച്ചിട്ടാൽ മതി. അങ്ങനെ വരും PE ഇൻറ്റു കോസ് θ1 മൈനസ് കോസ് θ2. ഇതാണ് ഇവിടെ ചെയ്ത വർക്ക്. വർക്ക് ഇസ് ഈക്വൽ ടു PE ഇൻറ്റു കോസ് θ1 മൈനസ് കോസ് θ2. കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് കിട്ടിയത്, ഇവിടെ ഒരു എന്താണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അതായത് നമുക്ക് കിട്ടിയത് ഇപ്പൊ എന്താ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ്. ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ ഡൈപോൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജി, അതായത് വർക്ക് ഡൺ ആണ് നമുക്ക് എന്ത് ചെയ്യാം അവിടെ കിട്ടിയത്. ക്ലിയർ ആണല്ലോ. അങ്ങനെ ഓക്കെ, ഇത്രയും കാര്യം നമ്മൾ പഠിച്ചു. ഓക്കെ, ഇപ്പൊ സപ്പോസ് ദ ഡൈപോൾ, ഈ ഡൈപോൾ എന്നുള്ള ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ ഡൈപോൾ ഇനീഷ്യലി എങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇനീഷ്യലി ഡൈപോൾ എന്ത് ചെയ്യാം, ഈ ഇലക്ട്രിക് ഫീൽഡിൽ എന്ത് ചെയ്യാം, പെർപെൻഡിക്കുലർ ആണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഡൈപോൾ, ഇപ്പൊ സപ്പോസ് ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, ഈ ഡൈപോൾ ഉണ്ട്, ഇതാണ് ഡൈപോൾ. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയാണ്, ഇങ്ങനെയല്ലേ. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങനെയും ഡൈപോൾ ഡയറക്ഷൻ എങ്ങനെയാണ്, ഇങ്ങനെയുണ്ട്. അപ്പൊ ഈ ഇതിന് തമ്മിലുള്ള ആംഗിൾ എത്ര, 90 ഡിഗ്രി. അപ്പൊ നമുക്കറിയാം ഇനീഷ്യലി ഇത് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ θ1 എന്നുള്ള ഒരു ആംഗിൾ പറയാം അല്ലെ. θ1 എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം θ2, അതായത് θ2 എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആംഗിളിലേക്കാണ് എന്ത് ചെയ്യുക, ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ആ θ2 നമ്മൾ എന്ത് ചെയ്യുക, എനി ആംഗിൾ θ എന്ന് കൊടുക്കാം.
ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ കിട്ടിയ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ വർക്കിന്റെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. എന്ത് കിട്ടും നോക്കാം. W ഈക്വൽ ടു പി ഇൻറ്റു കോസ് θ1. θ1 എന്നത് 90 ഡിഗ്രി. അപ്പൊ കോസ് 90 മൈനസ് കോസ് തീറ്റ. അപ്പൊ എന്ത് വരും, വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു പി ഇൻറ്റു കോസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് 0 1 ആണ്. കോസ് 90 എന്ന് പറയുമ്പോൾ 0. അപ്പം 0 മൈനസ് കോസ് തീറ്റ. അപ്പം മൈനസ് കോസ് തീറ്റ. അതായത് W ഈസ് ഈക്വൽ ടു മൈനസിനെ പുറത്തേക്കുള്ള മൈനസ് പി ഇൻറ്റു ഇ ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പി ആൻഡ് ഇ ആർ നമ്മൾ എന്താ ഒരു വെക്ടറാണ്. അപ്പൊ അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. W ഈസ് ഈക്വൽ ടു പി ഡോട്ട് ഇ എന്ന് കൊടുക്കാം. ആ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ വർക്ക് ഡണ്ണിനെ പറയുന്ന പേരാണ് ശരിക്കും എന്ത് ചെയ്യുക, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പം പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ്, ഒരു എക്സ്റ്റേണൽ ഫീൽഡ് ഡൈപോൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജി കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇനി നമ്മൾ എന്ത് ചെയ്യാം, അടുത്തൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇപ്പം ഈ എക്സാമിന് സാധാരണ ഈ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്താണ്, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പം നമുക്കിപ്പോൾ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാന്ന് വിചാരിക്കാം. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ടു റൊട്ടേറ്റ് ആൻഡ് ഡൈപോൾ ഫ്രം എ സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ ടു ആൻ ആംഗിൾ തീറ്റ. ഒരു എന്താണ് വർക്ക് ഡൺ കാണാനാ പറഞ്ഞത്, എന്താണ് കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ടു റൊട്ടേറ്റ് എ ഡൈപോൾ ഫ്രം എ സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ ടു ആൻ ആംഗിൾ തീറ്റ. ഒരു ഡൈപോൾ എന്ത് ചെയ്യുക, സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിന് എന്ത് ചെയ്യുക, വർക്ക് ഡൺ കാണാനാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയണം ആദ്യമായിട്ട് എന്താണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാണ് നമുക്കറിയാം യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഡൈപോൾ, ഇപ്പം ഇതാണ് ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കൊണ്ടുവെക്കുക കേട്ടോ. ഇത് ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ്, ഇവിടെ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത്, അതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഈ ഡൈപോള് ഇങ്ങനെ കൊണ്ടുവയ്ക്കുക, അതായത് ഇവിടെ പ്ലസ് ക്യൂ ആയിരിക്കും, മൈനസ് ക്യൂ ആയിരിക്കും. നമുക്കറിയാം ഈ അൺലൈക്ക് ചാർജ്, അതായത് പോസിറ്റീവ് നെഗറ്റീവ് എന്ത് എപ്പോഴും അട്രാക്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇവ തമ്മിൽ എന്ത് ചെയ്യാം, പരസ്പരം വളരെ അട്രാക്റ്റഡ് ആയിരിക്കും. ഈ പോസിറ്റീവ് ചാർജും ഈ നെഗറ്റീവ് ചാർജും വളരെ അട്രാക്റ്റഡ് ആയിരിക്കും. ഇങ്ങനെ നിൽക്കുമ്പോൾ ഡൈപോൾ എന്ത് ചെയ്യാം, അതേ ഒരു പൊസിഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഈ ഒരു പൊസിഷനെ പറയുന്ന പേരാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇതാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഓഫ് എ ഡൈപോൾ എന്ന് പറയും. അപ്പൊ നമ്മളോട് കാണാൻ പറഞ്ഞാ ഈ ഡൈപോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നിട്ട് ഏതെങ്കിലും ഭാഗത്തേക്ക് റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് അവിടെ നിന്ന് വർക്ക് ഇടുന്ന അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. കാൽക്കുലേറ്റ് എന്താ പറഞ്ഞ കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ടു റൊട്ടേറ്റ് ഡൈപോൾ ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ ടു ആൻ ആംഗിൾ തീറ്റ. ഓക്കെ, അപ്പൊ സ്റ്റേബിൾ ആയിട്ടുള്ള ഇക്വിലിബ്രിയം, ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് വർക്ക് ഡൺ കാണണം. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഓക്കെ, അപ്പം ശ്രദ്ധിക്കാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ തരും ഈ ഇലക്ട്രിക് ഫീൽഡും അത് ഡൈപോളും തമ്മിലുള്ള ആംഗിൾ എങ്ങനെയായിരിക്കും, എപ്പോഴും പാരലാണ്. രണ്ട് പാരൽ ആണെങ്കിൽ നമുക്ക് രണ്ട് വെക്ടേഴ്സ് പാരൽ ആണെങ്കിൽ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് തമ്മിലുള്ള ആംഗിൾ എങ്ങനെയായിരിക്കും, ആംഗിൾ എങ്ങനെ 0 ആയിരിക്കും. ഇവിടെ ഉള്ള ആംഗിൾ θ1 ആണ് എടുക്കണമെങ്കിൽ θ1 0 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് θ2 എന്നൊരു ആംഗിൾ കൺസിഡർ ചെയ്യുക. θ2 എന്ന് പറഞ്ഞാൽ എന്താ, ഏതെങ്കിലും ഒരു ആംഗിൾ ആണ് ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. θ2 എന്തായിരിക്കും, തീറ്റ ആംഗിൾ ആണ് ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യണം വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്ക് ഡൺ കാണണം. വർക്ക് ഡൺ ഇക്വേഷൻ അറിയാം, W ഈസ് ഈക്വൽ ടു P ഇൻറ്റു സൈൻ P ഇൻറ്റു കോസ് θ1 മൈനസ് കോസ് θ2. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ θ1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും അല്ലെ, P ഇൻറ്റു കോസ് 0 മൈനസ് ഇനി θ2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, കോസ് കോസ് 0 എന്ന് പറഞ്ഞാൽ എന്താ, 1 ആണ് അല്ലെ, 1 ആണ്. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. എന്താണ്, P ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇതാണ് പറയാം വർക്ക് ഡൺ. ഒരു ഡൈപോളിന്റെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നിട്ട് റൊട്ടേറ്റ് ചെയ്യാണ് എവിടേക്ക്, ഏതെങ്കിലും ഒരു ആംഗിളിലേക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡൈപോളിന്റെ എന്താ പറയുക വർക്ക് ഡൺ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് W ഈസ് ഈക്വൽ ടു P
പി ഇ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ ഇത്ര കാര്യമാണ് ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, എന്താണ് പറയുന്നത്? അടുത്തൊരു പുതിയ ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, കപ്പാസിറ്റർ ആൻഡ് കപ്പാസിറ്റൻസ്. എന്താണ് ഒരു കപ്പാസിറ്റർ, എന്താണ് അതിന്റെ കപ്പാസിറ്റൻസ്, ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം എന്താണ് ഒരു കപ്പാസിറ്റർ. ഓക്കെ, എന്റെ കയ്യിൽ ശ്രദ്ധിക്കണേ, എന്റെ കയ്യിൽ ഒരു ക്യൂ എന്നുള്ളൊരു ചാർജ് ഉണ്ട്, ക്യൂ എമൗണ്ട് ഓഫ് ചാർജ് ഉണ്ട്. ഓക്കെ, സപ്പോസ് ഞാനൊരു കണ്ടക്ടർ പ്ലേസ് ചെയ്യാണ്. കണ്ടക്ടർ, ഓക്കെ, ഒരു മിനിറ്റ്, നമുക്കൊന്നുകൂടി വരയ്ക്കാം. ഒരു കണ്ടക്ടർ പ്ലേസ് ചെയ്യാണ്. ഈ കണ്ടക്ടറിലേക്ക് എന്ത് ചെയ്യുക, ക്യൂ എന്നുള്ള എമൗണ്ട് ഓഫ് ചാർജ് ഞാൻ കൊടുക്കണം. ഞാൻ കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യുക, ഈ ചാർജ് ഞാൻ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ചാർജ് ചെയ്ത് കൊടുത്താൽ ഈ ചാർജിന്റെ യൂണിഫോം ആയിട്ടാണ് ഈ കണ്ടക്ടർ എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും, ഈ ഒരു ചാർജ് കൊടുക്കുമ്പം ആ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. ആ കണ്ടക്ടറിന് ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. ആ പൊട്ടൻഷ്യൽ നമ്മൾ വി ഈക്വൽ ടു 1/4πε0 Q/R എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും വി പ്രൊപ്പോർഷണൽ ടു Q/R. എഴുതി കൂടെ? ഓക്കെ, ശ്രദ്ധിക്കുക, നമ്മൾ കൊടുക്കുന്ന ചാർജ് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ നിന്ന് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുക, കൂടും. അതായത് കൊടുക്കുന്ന ചാർജ് കൂടുകയാണെങ്കിൽ ഇവിടെ നിന്ന് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുക, കൂടും. അതായത് ഈ കണ്ടക്ടറിലേക്ക് ഞാൻ കൊടുക്കുന്ന ചാർജ് കൂടുതലാണ്, അപ്പൊ എന്ത് ചെയ്യുക, പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, ഓൾറെഡി കൂടും. അപ്പൊ ഞാൻ കൊടുക്കുന്ന ചാർജ് കുറയുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, പൊട്ടൻഷ്യലും കുറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ചാർജ് എപ്പോഴും എന്ത് ചെയ്യുക, പൊട്ടൻഷ്യലിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അതായത് ചാർജ് Q പ്രൊപ്പോർഷണൽ ടു V എഴുതാൻ പറ്റുമല്ലോ. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് കൊണ്ടുവരികയാണ്. ഈക്വൽ ടു എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസ്റ്റന്റ് ആണ് C ഇൻറ്റു V. ഓക്കെ, അപ്പൊ Q ഈക്വൽ ടു CV എന്ന് കിട്ടി. ഈ C കാണണം, C ഈക്വൽ ടു Q/V എന്ന് പറയാൻ പറ്റും. C ഈക്വൽ ടു Q/V. ഈ C യെ പറയുന്ന പേരാണ് കപ്പാസിറ്റൻസ്. എന്താണ് കപ്പാസിറ്റൻസ്? എഴുതാം നമുക്ക്. C എന്ന് പറയുന്നതാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ C യെ പറയുന്ന പേരാണ് കപ്പാസിറ്റൻസ്. ഓക്കെ, അപ്പം കപ്പാസിറ്റൻസ് എന്താണെന്ന് കിട്ടിയല്ലോ. ഈ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റുകളെ കുറിച്ച് പരിചയപ്പെടാം. യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് C ഈക്വൽ ടു, കപ്പാസിറ്റന്റ് യൂണിറ്റ് ആണെങ്കിൽ ഫാരഡ് എന്ന് പറയാം. എന്താണ് ഫാരഡ്? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം C ഈക്വൽ ടു Q/V, കപ്പാസിറ്ററിന്റെ യൂണിറ്റ് ഫാരഡ്. അപ്പൊ എത്ര കാര്യം കിട്ടി. അപ്പൊ ചാർജിന്റെ യൂണിറ്റ് നമുക്കറിയാലോ, കൂളംബാണ്. എന്താണ്? ഒരു മിനിറ്റ്, കൂളംബ്. ഓക്കെ, പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് പറയുമ്പോൾ അത് വോൾട്ടാണ്, കൂളം/വോൾട്ട്. ഓക്കെ, അപ്പം ഫാരഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതി കൂടെ കൂളം/വോൾട്ട്. ഓക്കെ, ഈ ഒരു മിനിറ്റ്, കൂളം/വോൾട്ടിനെ പറയുന്ന പേരാണ് ഫാരഡ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫാരഡ് എന്ന് പറയുമ്പോൾ, അതായത് 1 ഫാരഡ് ഈക്വൽ ടു 1 കൂളം/1 വോൾട്ട് എന്ന് കൂടെ, അതായത് 1 ഫാരഡ് ഈക്വൽ ടു 1 കൂളം/1 വോൾട്ട് എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാ 1 ഫാരഡിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം 1 ഫാരഡ് എന്ന് പറയുമ്പോൾ, ഓക്കെ, അപ്പം 1 ഫാരഡിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം. അപ്പം ഇവിടെ ഇപ്പം പറഞ്ഞല്ലോ 1 ഫാരഡ് ഈസ് ഈക്വൽ ടു 1 കൂളം/1 വോൾട്ട്. ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് ചെയ്യാം, 1 ഫാരഡ് അറിയാം. ഓക്കെ, അപ്പം 1 ഫാരഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ when 1 coulomb charge is given to a conductor. 1 coulomb charge is given to a conductor. എന്താണ്? ഒരു കണ്ടക്ടർ will provide 1 volt potential. ഓക്കെ, എന്താ പറഞ്ഞത്? 1 ഫാരഡ്, ഒരു ഫാരഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കൂളംബ് ചാർജ് ഞാൻ എന്ത് ചെയ്യാം, ഒരു കണ്ടക്ടറിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കണ്ടക്ടറിൽ നമുക്ക് എന്ത് കിട്ടും, 1 വോൾട്ട് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യാം, കിട്ടും. അങ്ങനെയാണെങ്കിൽ 1 ഫാരഡ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? അപ്പൊ 1 ഫാരഡ് ഈസ് ഡിഫൈൻഡ് ആസ് when 1 coulomb charge is given to a conductor will provide 1 volt potential. ക്ലിയർ ആണല്ലോ? ഇതിനാണ് 1 ഫാരഡ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഓക്കെ, നമുക്ക് പാരബോളിക് കപ്പാസിറ്റർ പറയണം. അതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം കൂടി നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ സപ്പോസ് ഞാനൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ,
അപ്പോൾ സപ്പോസ് ഒരു കപ്പാസിറ്ററിനെ നമ്മൾ വരയ്ക്കുന്നത് ഈ ഒരു രൂപത്തിലാണ് വരയ്ക്കുക കേട്ടോ. എന്താണ് കപ്പാസിറ്ററിനെ ഈ രൂപത്തിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. 2 പ്ലേറ്റുകളാണ്, ആ പ്ലേറ്റുകളാണ് മനസ്സിലാക്കുക. നമ്മൾ അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. 2 പ്ലേറ്റുകളാണ്. അപ്പം ഈ രീതിയിലാണ് കപ്പാസിറ്ററിനെ റെപ്രസെന്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വേറെ കപ്പാസിറ്ററുണ്ട്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വേരിയബിൾ കപ്പാസിറ്റർ എന്നാണ്. ഇങ്ങനൊരു ചിഹ്നമുണ്ട്. വേരിയബിൾ, അതായത് വേരി ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അറേഞ്ച്മെന്റ് ആണ് വേരിയബിൾ കപ്പാസിറ്റർ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, അപ്പൊ എന്റെ കയ്യിൽ ഒരു ചാർജ് ഉണ്ട്, ചാർജ് ക്യൂ. ആ ക്യൂ എന്നുള്ള ചാർജ് ഞാൻ ഒരു കപ്പാസിറ്ററിലേക്ക് കൊടുക്കുകയാണ്. ക്യൂ എന്നത് കപ്പാസിറ്ററിലേക്ക് കൊടുക്കുകയാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ കപ്പാസിറ്ററിന്റെ ഒരു എൻഡിൽ പോസിറ്റീവ് ചാർജ് കിട്ടും. ഓക്കെ, അതിനടുത്തായിട്ട് ഞാൻ എന്ത് ചെയ്യും, വേറൊരു കണ്ടക്ടറും കൂടി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോസിറ്റീവ് ചാർജിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഈ ഒരു പ്ലേറ്റിൽ ഉണ്ടാവുന്ന ഒരു ഈ ഇൻഫ്ലുവൻസ് കൊണ്ട് അതിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു പ്ലേറ്റിൽ എന്ത് ചെയ്യുക, ഒരു ഈക്വൽ ഓഫ് എമൗണ്ട് ഓഫ് എന്ത് ചെയ്യുക, നെഗറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യും. ക്ലിയർ ആണല്ലോ. ഈ നെഗറ്റീവ് ചാർജ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു പ്ലേറ്റിന്റെ ഓപ്പോസിറ്റ് വശത്ത് ഒരു പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ പോസിറ്റീവ് ചാർജ് ഞാൻ എന്ത് ചെയ്യുക, എർത്ത് ചെയ്യാണ്. എന്താണ് എർത്ത് ചെയ്യുക? എർത്ത് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാ ആ പോസിറ്റീവ് ചാർജ് മാത്രം എർത്ത് ചെയ്യണം, ഭൂമിയിലേക്ക് എർത്ത് ചെയ്യണം. എർത്ത് ചെയ്തു. ഓക്കെ, അതിന്റെ അർത്ഥം എന്താ, ഈ ചാർജസ്, ഓക്കെ, ഈ ചാർജസ് എന്ത് ചെയ്യുക, ഇവിടുന്ന് വാനിഷ് ആയി പോകും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഞാൻ എന്താ ചെയ്തത്, ഞാൻ ഈ ഒരു കണ്ടക്ടറിന് എന്ത് ചെയ്യുക, എർത്ത് ചെയ്തു. അപ്പൊ ഇത്ര കാര്യങ്ങളായി നമുക്ക് ഇതിൽ പറയാനുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, ഒരു കണ്ടക്ടറിന്റെ അടുത്ത് ഞാൻ വേറെ ഒരു കണ്ടക്ടറിനെ കൊണ്ടുവച്ചു. ഓക്കെ, അപ്പൊ ഇതിന് ഞാൻ ഒരു ചാർജ് കൊടുത്തു. ഒരു ചാർജ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതിന്റെ ഇൻഫ്ലുവൻസിൽ ആ കണ്ടക്ടറിൽ എന്ത് ചെയ്യുക, ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. നെഗറ്റീവ് ചാർജ് ഉണ്ടാകുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് വശത്ത് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ആ പോസിറ്റീവ് ചാർജിനെ ഞാൻ എന്ത് ചെയ്യുക, ഒരു എർത്ത് ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിന്റെ പേരാണ് ചാർജ് ബൈ ഇൻഡക്ഷൻ എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഫസ്റ്റ് യൂണിറ്റിൽ ചാർജ് ബൈ ഫ്രിക്ഷന്, ഇൻഡക്ഷന്, കുറച്ച് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ചാർജ് ബൈ ഫ്രിക്ഷൻ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അവിടെ പറയാനുള്ളത് ഈ ഒരു മെത്തേഡിനെ പറയുന്നത് ചാർജ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയാം. എന്താണ് ചാർജ് ബൈ ഇൻഡക്ഷൻ? ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കപ്പാസിറ്റർ കാര്യങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ഈ രീതിയിലായിരിക്കും റെപ്രസെന്റേഷൻ ചെയ്യുക. ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, അടുത്തേക്ക് പോകാലോ. ഓക്കെ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പൊ ആ കാര്യമാണ് നമ്മൾ പറയാനുള്ളത്. എന്താണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ? ഓക്കെ, അതിന്റെ കപ്പാസിറ്റൻസിന്റെ റിലേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ കപ്പാസിറ്റൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. കപ്പാസിറ്റൻസ് ചാർജ് ബൈ വോൾട്ടേജ് ആണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി എന്ത് ചെയ്യാം, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ കൊണ്ടുവച്ചു. എന്താണ് ഒരു പാരലൽ ആയിട്ടുള്ള പ്ലേറ്റ് കപ്പാസിറ്റർ കൊണ്ടുവച്ചു. ആ കപ്പാസിറ്റർ തമ്മിലുള്ള ഒരു ഗിവൺ ഏരിയ ഉണ്ടാവില്ല. ആ ഏരിയ നമ്മൾ എന്ത് ചെയ്യുക, എ എന്ന് പറയും. അപ്പൊ രണ്ടിന്റെ ഏരിയ എ തന്നെ. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി, ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ ഡി. ഓക്കെ, ഒന്നുകൂടി നമുക്ക് ചെയ്താ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് ചെയ്താ സ്മോൾ ലെറ്റർ ഡി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഈ ഒരു കപ്പാസിറ്റർ, അതായത് ഒരു കണ്ടക്ടർ ആണ്, കണ്ടക്ടറിലേക്ക് എന്തെങ്കിലും ചാർജ് കൊടുത്തു. അപ്പൊ ചാർജ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവുക, ചാർജ് എന്ത് ചെയ്യുക, ഇവിടെ പോസിറ്റീവ് ചാർജ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക. എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഈ സിഗൽ ടു എന്താണ്, ഈ സിഗൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ഓക്കെ, അപ്പം ഒരു 2 പ്ലേറ്റുകൾ എടുത്തിട്ടുണ്ടല്ലേ. 2 പ്ലേറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനിടയിൽ എടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ഇക്വേഷൻ ഈ സിഗൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ഈ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, 2 ഈ സിഗ്മ എന്ന് പറഞ്ഞ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. ഓക്കെ, പിന്നെ അത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ക്യൂ എന്നുള്ള ഒരു ചാർജ് ആണ് ഈ ഒരു കണ്ടക്ടറിലേക്ക് പ്ലേസ് ചെയ്തത്. ഓക്കെ, കൊടുത്ത സമയത്ത് ആ ചാർജ് എങ്ങനെയാണ്, ആ ലൈനിൽ യൂണിഫോം ആയിട്ടാണ് ആ ചാർജസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ, ഇവിടെ ഒരു ഡെൻസിറ്റി ഉണ്ടാവല്ലോ, ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് ചാർജസ് ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഇലക്ട്രോൺസ് ഡെൻസിറ്റി ഓഫ് ചാർജസ് ഉണ്ട്, പോസിറ്റീവ് ചാർജസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു സർഫസ് ചാർജ് ഡെൻസിറ്റി നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈക്വൽ ടു എന്താ, ക്യൂ ബൈ എ എന്ന് എഴുതിക്കൂടെ. സിഗ്മ ഈക്വൽ ടു ക്യൂ ബൈ എ. അതിന് ക്യൂ ഈക്വൽ ടു എന്താ, സിഗ്മ എ. ക്ലിയർ ആണല്ലോ. ഇത്ര കാര്യങ്ങൾ എഴുതി വെക്കാം. ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കാണാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. സി ഈക്വൽ ടു എന്താ, ക്യൂ ബൈ വി പഠിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ്,
സി ഈക്വൽ ടു അങ്ങനെ എഴുതാം ക്യൂ ബൈ വി എന്ന് പഠിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമല്ലോ? ക്യൂ ഇസിക്കൽ ടു സിഗ്മ കപ്പാസിറ്റൻസ് സി ഇസിക്കൽ ടു ക്യൂ ബൈ വി. സി ഇസിക്കൽ ടു ക്യൂവിന്റെ ഭാഗത്ത് എന്ത് ചെയ്യുക? സിഗ്മ എ കൊടുക്കുക. സിഗ്മ എ ബൈ വി ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാല്, ഈ രണ്ട് പ്ലേറ്റുകളുണ്ട്. ഒരു മിനിറ്റ്. സിഗ്മ എ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? സി ഇസിക്കൽ ടു സിഗ്മ എ ബൈ ബി എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ നമ്മൾ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. അതായത് ഇ ഇസിക്കൽ ടു വി ബൈ എൽ അല്ലെങ്കിൽ വി ബൈ ഡി എന്ന് പറയാൻ പറ്റും. വി ഇസിക്കൽ ടു വി ബൈ ഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വി കാണാം. വി ഇസിക്കൽ ടു എന്താ? ഇ ഇൻറ്റു ഡി. ക്ലിയർ ആണല്ലോ? ഈ കിട്ടിയ കാര്യം എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യുക? ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സി ഈക്വൽ ടു സിഗ്മ എ ബൈ ഇ ഇൻറ്റു ഡി. ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുക്കണേ. അപ്പൊ ഇക്വേഷൻ നമ്പർ എ പ്രകാരം ഇ ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ് അല്ലേ? അപ്പൊ ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇ ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എന്ന പോയിന്റിലേക്ക് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ കപ്പാസിറ്റൻസ് എന്ന് പറയുമ്പോൾ സി ഈക്വൽ ടു സിഗ്മ എ ബൈ ഇന്റെ ഭാഗത്ത് സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഇവിടെയുള്ള ഡി. ഓക്കെ, ഇനി നമ്മൾ വെട്ടിപ്പോയുള്ള കാര്യങ്ങൾക്ക് വെട്ടിപ്പോവാ. എന്ത് സംഭവിക്കും? സിഗ്മയും വെട്ടിപ്പോയി. ബാക്കി എന്താ ഉണ്ടാവുക? എപ്സിലോൺ 1 ബൈ എപ്സിലോൺ 0 താഴെ ഉണ്ട്, ഇൻറ്റു ഡി ഉണ്ട്. ഓക്കെ, മേലെ എ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ തിരിച്ചിടുക. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസ് സി ഈക്വൽ ടു എങ്ങനെ എഴുതും? എപ്സിലോൺ 0 മേലോട്ട് പോയി, മേലെ എ ഉണ്ട് ബൈ ഡി. ഇതാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻസ്. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻസ് ആണ് സി ഇസിക്കൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എക്സാമിന് ചോദിക്കും. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാലോ. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചിരിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ ഗുഡ് ബൈ.